ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീരപ്പേരി ഉണ്ടാക്കിയാലോ. അത് നമ്മുടെ കടുകൊന്നും താളിക്കാണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. അതിനകത്ത് എന്ത് ചെയ്യണം, ചീര ഇതേപോലെ കുരുവിനാന്ന് അരിഞ്ഞെടുക്കണം. എനിക്ക് ചീര അരിയാൻ ഭയങ്കര പാടാണ്. എന്താ വെച്ചാൽ ഞാൻ ചീര അരിഞ്ഞ് വലിയ വലിയ തണ്ടക്കില്ലേ, വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കും. ഇനി കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഷന്ന് പോകും. നമ്മൾ പിടിച്ചിരിക്കുമ്പോൾ അത് കഷന്ന് പോകും. അത് കാരണം വലിയമ്മ കേട്ടോ എനിക്ക് ചീര അരിഞ്ഞ് തരുന്നത്. അങ്ങനെ അരിഞ്ഞെടുത്ത ചീരയിലേക്ക് കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് ജീരകവും കുറച്ച് എണ്ണയും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെ ആ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ഒരു 2 മിനിറ്റ് വെച്ചേക്കണം. 2 മിനിറ്റ് വെച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ച് അതിലേക്ക് വെച്ച് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അത് തോരാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് ചോറും കൂട്ടി കഴിച്ചാൽ മാത്രം മതി.